നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ പുതിയ സീസൺ ആരംഭിക്കുമ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീം ആ പഴയ മികവിലേക്ക് തിരികെ എത്തുന്നത്. സർ അലക്സ് ഫെർഗൂസൻ്റെ കീഴിൽ എല്ലാം നേടിയൊരു ടീമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ചരിത്രത്തിൽ അവരോളം മികച്ചൊരു പ്രീമിയർ ലീഗ് ടീമില്ല. വർഷങ്ങളോളം ആധിപത്യം പുലർത്തിയ ആ ക്ലബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ നിരാശയുണ്ട്. പോയ സീസണിലൊക്കെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് അവർ പ്രീമിയർ ലീഗിൽ വീണ് പോയതാണ്. ഈ സീസണിൽ അവർക്ക് തിരികെ വരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം പൂർണ്ണമായിട്ടല്ലെങ്കിലും അതിൻ്റെ സൂചനകൾ ഒരു പക്ഷേ ഇത്തവണ സീസൺ ഓപ്പണറിൽ തന്നെ കിട്ടിയേക്കും. അവരുടെ ചിരവൈരികളിൽ ഒന്നായ ആഴ്സണലുമായിട്ടാണ് ഓപ്പണർ മത്സരം, സീസൺ ഓപ്പണർ. കളി ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് ആ പോരാട്ടം നടക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഓൾഡ് ട്രാഫോർഡിലാണ് ആ മത്സരം. എന്തായാലും ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പം നമുക്കറിയാമല്ലോ, യുണൈറ്റഡ് ടീമൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മാത്യൂസ് കുഞ്ഞയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ബ്രയാൻ എംബുമോയെ കൊണ്ടുവന്നിട്ടുണ്ട്. ബെഞ്ചമിൻ സെസ്കോയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന താരങ്ങളാണ്. അങ്ങനെ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഗോൾ കീപ്പിങ്ങിലൊക്കെ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും പറയാതെ വയ്യ. എങ്കിൽ പോലും ടീം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഹാരി മഗ്വയർ. ഇപ്പോൾ മുൻ യുണൈറ്റഡ് ഇതിഹാസമായ റയോ ഫെർഡിനാൻഡുമായിട്ട് പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. അതിലാണ് അദ്ദേഹം തൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നു, കുട്ടികൾ താരങ്ങളെപ്പറ്റി പറയുകയാണ്, ലാഡ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ക്ലബിനകത്തുള്ളത്. ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ഈ റീസെൻറ്റ് പീരീഡിൽ ഞങ്ങൾ അത്ര മികച്ചൊരു പ്രകടനമല്ല, ഗുഡ് ഇനഫ് ആയിരുന്നില്ല ആരാധകർക്ക് നൽകിയത്. അതിൽ നിന്നൊരു മാറ്റം ഈ സീസണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഓൾമോസ്റ്റ് ലൈക്ക് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്കുള്ളത്. ഹോപ്പ്ഫുള്ളി ഒരു ഗുഡ് സ്റ്റാർട്ട് നമുക്ക് ഈ സീസണിൽ ലഭിക്കുമെന്നും ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതൊരു ട്രാൻസിഷൻ ഘട്ടം, നമുക്കറിയാമല്ലോ, അത് കടന്നുപോയി പഴയ മികവിലേക്ക് എത്തണം. അലക്സ് ഫെർഗൂസൻ ഉണ്ടാക്കിയിട്ടുള്ള ലെഗസി അവിടെയുണ്ട് എന്നുള്ളത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി സർ അലക്സ് ഫെർഗൂസൻ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഇവിടെ മറ്റെല്ലാ ടീമുകളെക്കാളും മികച്ചൊരു ടീം ഉണ്ടാക്കുകയും എല്ലാ കിരീടങ്ങളും ചൂടുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളത്ര ബെസ്റ്റ് ടീമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ ആ ഒരു പ്രഷർ എന്തായാലും നമ്മളിലുണ്ട്. ഒരിക്കൽ കൂടി മികച്ച പ്രകടനം കളിക്കളത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം ആ പഴയൊരു പ്രഷർ നമ്മുടെ മേലുള്ളത് കൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരികെ വന്ന് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയാണിപ്പോൾ ഹാരി മഗ്വയർ പങ്കുവെക്കുന്നത്. എന്ത് സംഭവിക്കും യുണൈറ്റഡിന് എന്നുള്ളത് ആരാധകർ എന്തായാലും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. മുന്നേറ്റത്തിൽ അവർ ഫയർ പവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോൾ കീപ്പിംഗ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുന്നുമുണ്ട്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.